ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ആൻഡ് ഷൈൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു അരിയുണ്ടയുടെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അരിയുണ്ട തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് അരി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരി നന്നായിട്ട് കഴുകിയെടുക്കാം. എന്നിട്ട് അരിയിലെ വെള്ളം കളയാനായിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വിടാതെ അതിനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. പെട്ടെന്ന് തന്നെ നമ്മുടെ അരിയൊന്നും മൊരിഞ്ഞു വരുന്നതാണ്. ഈ ഒരു പരുവം എത്തുമ്പോൾ നമുക്ക് നമ്മുടെ അരിയെ വേറൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റാവുന്നതാണ്. ഈ ചീനച്ചട്ടി തന്നെ ഇട്ടിരുന്നാൽ അത് കൂടുതൽ കരിഞ്ഞു പോവും. ഇപ്പം നമ്മൾ നമ്മുടെ അരിയെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ തേങ്ങയെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലെത്തുമ്പോൾ നമുക്ക് തേങ്ങയെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് വറുത്തെടുക്കേണ്ടത് അണ്ടിപ്പരിപ്പാണ്. ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് ഒരു ചീനച്ചട്ടിയിലേക്കിട്ട് അത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഒരു 250 ഗ്രാം ശർക്കര എടുക്കുന്നുണ്ട്. ഇതിനെ ആ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ഉരുക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ശർക്കരയെല്ലാം ഏകദേശം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല തിക്കായി വരണമെന്നില്ല. ഈ ഒരു രീതിയിലെത്തുമ്പോൾ നമുക്കിതിനെ അരിച്ച് മാറ്റാവുന്നതാണ്. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് പൊടിക്കാവുന്നതാണ്. കുറച്ച് തരിയിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. നല്ല മാവ് പോലെ ആക്കേണ്ടതില്ല. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമ്മൾ പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കുറച്ച് ചുക്കുപൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ആ ചൂടോടുകൂടി തന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ അരിയുണ്ട നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത്. ഇനി ചൂടോടുകൂടി തന്നെ അതിനെ ഓരോ ബോൾസാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് പ്രഷർ കൊടുത്ത് തന്നെ ബോൾസ് ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. ഇപ്പോൾ നമ്മുടെ രുചിയേറിയ അരിയുണ്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്തതുപോലൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ബൈ ബൈ.